ദൈവകൃപ നിറഞ്ഞവരെ, ദൈവാനുഗ്രഹം എല്ലാവരിലും സമൃദ്ധമായി വർഷിക്കപ്പെടട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 21 അധ്യായം 6 വാക്യമാണ്. വചനം ഇങ്ങനെയാണ്: കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. നമുക്കറിയാം, സമ്പത്ത് ഒരിക്കലും ഒരു ലക്ഷ്യമാണ് എന്ന് കരുതി ജീവിക്കരുത് എന്ന്. സമ്പത്ത് ലക്ഷ്യമാണ് എന്ന് കരുതി ജീവിച്ചാൽ അത് വലിയൊരു ആപത്താണ് നമ്മളെ തേടി വരിക. എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് ഒരിക്കലും അത്യാഗ്രഹത്തോടെയുള്ള ഒരു ലക്ഷ്യമായി കാണരുത്. അത് ഒരിക്കലും നിലനിൽക്കുകയില്ല. വചനം പറയുന്നുണ്ട്, കള്ളം പറയുന്ന നാവ്, അതായത് നുണ പറയുന്ന നാവ്, അത് സത്യസന്ധമല്ലാത്ത സംസാരത്തിലൂടെ മറ്റൊരാളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വഞ്ചനപരമായ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുക, നമുക്ക് വന്നു ചേരുക വലിയൊരു ആപത്തായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ മറ്റൊരാളുടെ ലക്ഷ്യമായിരിക്കാം ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യം നേടിയെടുക്കണം എന്ന് കരുതി ആ വ്യക്തിയുടെ കൂടെ വിശ്വസ്തനായി കൂടെ നിന്നുകൊണ്ട് പല കള്ളത്തരത്തിലൂടെയും അല്ലെങ്കിൽ കള്ളത്തരം പറയുന്ന അവസ്ഥകളിലും അല്ലെങ്കിൽ ആ പ്രവൃത്തികളിലൂടെയും അത് നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അത് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു അപകടം നമുക്ക് സംഭവിക്കും. അതാണ് വചനം എടുത്തു പറയുന്നത്. പിന്നീട് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്, ക്ഷണികമായ നീരാവിയാണ് ഇത് എന്ന്. താൽക്കാലികമാണിത്, ഹ്രസ്വമാണ്. ഇതിന് സത്യസന്ധമല്ലാത്ത മാർഗങ്ങളിലൂടെ നേടിയത് കൊണ്ട് ഇത് പെട്ടെന്ന് അപ്രത്യക്ഷമാകും. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണിത്. ഇതുവഴി നമ്മൾ മരണത്തെ ക്ഷണിച്ചു വരുത്തുകയാണ്. എന്താണ് ഈ മരണത്തെ ക്ഷണിച്ചു വരുത്തുക എന്നതിനർത്ഥം? നമ്മുടെ ആത്മീയ മരണം സംഭവിച്ചാൽ, എന്താണ് ആത്മീയ മരണം? നമ്മുടെ ശാരീരികം, ആത്മീയം, രണ്ടവസ്ഥകളുണ്ട്. ആത്മാവ്, അതായത് നമ്മുടെ മനസ്സ് ബലഹീനമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പിന്നെ ബലഹീനമാണ്. നമ്മുടെ മനസ്സാണ് നമുക്ക് ശരീരത്തിന് ഒരു ഉന്മേഷവും പവറും നൽകുന്നത്. നമുക്കൊരു ആത്മവിശ്വാസത്തോടെ പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് ഒരു സ്വസ്ഥമായിരിക്കണം, മനസ്സിനൊരു ഊർജ്ജം ഉണ്ടായിരിക്കണം. ഇല്ല, മനസ്സ് നശിച്ചാൽ, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും വന്നു ചേർന്ന് ഒരു മനുഷ്യൻ്റെ മനസ്സ് ബലഹീനമായി പോയാൽ പിന്നെ അവന് ആത്മീയ മരണം സംഭവിച്ചു. അവന് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ വചനം എടുത്തു പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനത്തെയുള്ള അവസ്ഥകൾ വരാതിരിക്കട്ടെ, അങ്ങനെയുള്ള മുൻകരുതലുകൾ നമുക്ക് സ്വീകരിക്കാം. അതാണ് ഇന്നത്തെ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം. ഈ സത്യസന്ധതയിലുള്ള ജീവിതമായിരിക്കണം നമ്മുടേത്. ഈ വഞ്ചന എന്ന് പറയുന്നത് താൽക്കാലിക നേട്ടത്തിലേക്ക് നമ്മളെ നയിച്ചേക്കാം. വഞ്ചനയിലൂടെ നമുക്ക് നേടിയ സമ്പത്തോ അല്ലെങ്കിൽ നമ്മൾ നേടിയെടുത്ത കാര്യങ്ങളോ എല്ലാം ഒരു താൽക്കാലിക നേട്ടമായിരിക്കാം. കുറച്ച് കാലത്തേക്ക് മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. അത് അത്യന്തമായ നഷ്ടത്തിലേക്കാണ് നമ്മളെ നയിക്കുക. അത്യന്തമായ നാശത്തിലാണ് അത് കലാശിക്കുക. സ്ഥായിയായ സമ്പത്തും നല്ല പ്രശസ്തിയും കെട്ടിപ്പടുത്തുന്നതിന് സത്യസന്ധതയും സമഗ്രതയും, സമഗ്രത എന്ന് പറയുന്നത് പൂർണ്ണത, അത്യന്താപേക്ഷിതമാണ് ഒരു വ്യക്തി ജീവിതത്തിൽ. സത്യസന്ധമല്ലാത്ത മാർഗങ്ങളിലൂടെ നേടിയ സമ്പത്ത് ആത്മീയവും ശാരീരികവുമായ ഉപദ്രവത്തിലേക്ക് നയിച്ചേക്കുന്ന വലിയ അപകടകരമായ ഒരു അവസ്ഥയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു കാര്യം നോട്ട് ചെയ്യുക, ഇത് മനസ്സിൽ സൂക്ഷിക്കുക. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വചനം നമുക്ക് നൽകുന്ന ഈ ഒരു സന്ദേശം. ഇത് വലിയൊരു പൂർണ്ണത നമുക്ക് കൈവരിക്കണമെങ്കിൽ സത്യസന്ധതയും സമഗ്രതയും, അതായത് നീതിനിഷ്ഠനായി നമ്മൾ ജീവിക്കണം. നീതിനിഷ്ഠതയോടുകൂടി നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോയാൽ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന സമൃദ്ധി വളരെ വലുതായിരിക്കും. വ്യക്തിപരമായി നമ്മുടെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിയായിരിക്കാം. എല്ലാ ഇടപാടുകളിലും, നമ്മുടെ എല്ലാ മേഖലകളിലും സത്യസന്ധതയും സുതാര്യതയും നമ്മൾ നിലനിർത്തേണ്ട ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ധാർമ്മികതയ്ക്ക് മുൻഗണന നൽകുക. ദീർഘകാല നേട്ടങ്ങൾ നമ്മൾ തീർച്ചയായും കൊയ്യും. നമ്മൾ വിതച്ചത് കൊയ്യും എന്ന് പറയുന്നത് പോലെ തന്നെ ദീർഘകാലം നമുക്കത് അനശ്വരമാണ്. ദീർഘകാലമായ നേട്ടമാണ് നമുക്ക് കൊയ്യുക നീതിനിഷ്ഠതയോടുകൂടി നമ്മൾ ജീവിച്ചാൽ. ഹ്രസ്വകാല നേട്ടങ്ങൾക്കായി നമ്മുടെ ഒരു മൂല്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യരുത്. നമുക്ക് പല അവസ്ഥകളിലും, ചിലപ്പോൾ കുടുംബത്തിലായിരിക്കാം, സമൂഹത്തിലായിരിക്കാം, കൂട്ടുകാരുടെ ഇടയിലായിരിക്കാം, പല സന്ദർഭങ്ങളിലും ചെറിയ തെറ്റല്ലേ അത് ചെയ്താൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ആ തെറ്റ് ചെയ്യാം എന്ന് കരുതി അത് ചെയ്യരുത്. കാരണം അത് അത്യന്തികമായ നഷ്ടത്തിലേക്കും നാശത്തിലേക്കും നമ്മളെ നയിക്കും. താൽക്കാലിക നേട്ടങ്ങൾ നമുക്ക് വേണ്ട, നമുക്കത് പിന്തുടരണ്ട. അത്യാഗ്രഹം നമുക്ക് വേണ്ട. ആവശ്യത്തിന് മാത്രം അത് മതി. ആവശ്യത്തിന് മാത്രമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് മതി. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ശ്രദ്ധയും, അങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതവും. നമുക്കിനി മുതൽ ശ്രദ്ധയുള്ളവരാകാം. ബൈബിൾ തന്നെ, വചനം തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം?
ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടി പെട്ടെന്ന് അവൻ മരിച്ചു പോയാൽ അവൻ എന്താണ് പ്രയോജനം? ഒരു പ്രയോജനമില്ല. അവൻ്റെ വില പോലും അവിടെ അപ്രത്യക്ഷമാവുകയാണ്. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നല്ല രീതിയിൽ നീതിനിഷ്ഠതയോടുകൂടി ജീവിക്കുവാനും ആത്മാർത്ഥതയോടെ ജീവിച്ചുകൊണ്ട്, സമ്പാദ്യമല്ല എൻ്റെ ലക്ഷ്യം, എൻ്റെ ജീവിതം എന്ന് പറയുന്നത്, എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ കുടുംബമാണെങ്കിലും കൂട്ടുകാരാണെങ്കിൽ തന്നെയും നീതിനിഷ്ഠയോടുകൂടി ജീവിക്കുക, നല്ല രീതിയിൽ ജീവിക്കുക, മൂല്യതയോടുകൂടി ജീവിക്കുക, എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ആവശ്യത്തിന് മാത്രം എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.